Hi friends, CAR360 Old is Gold എന്ന സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ Old is Gold എന്ന സീരീസിൽ രണ്ട് വണ്ടികൾ ഫീച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ മെർസിഡീസിൻ്റെ W124 അതുപോലെ തന്നെ ടൊയോട്ട ലാൻഡ് ക്രൂസർ 105 സീരീസ് ഈ രണ്ട് വാഹനങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മൂന്നാമതായിട്ട് ഇന്ന് നമ്മുടെ കൂടെ വന്നിട്ടുള്ള ടൊയോട്ടയുടെ Mark II എന്നൊരു മോഡലാണ്. ഇതൊരു 1990 മോഡൽ Mark II ആണ്. അതായത് ഇത് Mark IIയുടെ തന്നെ 6th ജനറേഷൻ എന്ന് പറയാം. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് കിടക്കണം മുമ്പ് ജസ്റ്റ് ഈ വണ്ടിയുടെ ഹിസ്റ്ററി ഒന്ന് ഞാൻ ബ്രീഫ് ചെയ്ത് തരാം. ഈ വാഹനം 1968 മുതലേ ഓൾമോസ്റ്റ് 2004 വരെ ആണ് ഈ Mark II എന്നുള്ളൊരു ബാഡ്ജിങ്ങിൽ ഈ വണ്ടി വന്നിരുന്നത്. ഇതിൻ്റെ സക്സസേഴ്സ് ഇപ്പോഴും ചില മാർക്കറ്റിൽ അമേരിക്കൻ മാർക്കറ്റ് പോലത്തെ മാർക്കറ്റിൽ ഇപ്പോഴും വണ്ടി അവൈലബിൾ ആണ്. ടൊയോട്ട ആവലോൺ എന്ന പേരിൽ വണ്ടി ഇപ്പോഴും മാർക്കറ്റിൽ ഉണ്ട്. ഇതിൻ്റെ സക്സസർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് Mark II എന്നുള്ളൊരു വണ്ടി നമുക്ക് വേണമെങ്കിൽ 5th ജനറേഷൻ വരെ ടൊയോട്ട ക്രൗൺ എന്ന പേരിൽ ജപ്പാൻ മാർക്കറ്റിൽ അറിയപ്പെട്ടിരുന്നു. ഒരു 1984 സംതിങ് അവർ ക്രൗൺ എന്നുള്ള പേര് ജപ്പാൻ മാർക്കറ്റിൽ നിന്ന് ഉപേക്ഷിച്ചിട്ട് പിന്നീട് Mark II എന്നുള്ള രീതിയിൽ ഒഫീഷ്യലിലേക്ക് അങ്ങനെ മാറുക ചെയ്തത്. ടൊയോട്ട ക്രൗൺ Mark II എന്ന രീതിയിലൊക്കെയാണ് ചില മാർക്കറ്റിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ടൊയോട്ടയുടെ എല്ലാ മോഡലുകൾ നമുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ടൊയോട്ട കൊറോള, ക്യാമറി, ക്രെസീഡ, കൊറോണ, ക്രൗൺ എന്നുള്ള രീതിയിലായിരിക്കും അതിൻ്റെ ബാഡ്ജിങ് ഉണ്ടാവുക. ഇത് എല്ലാത്തിൻ്റെയും മീനിങ് എന്ന് പറയുന്നത് ക്രൗൺ അല്ലെങ്കിൽ കിരീടം എന്നുള്ള രീതിയിലാണ്. അത് ജപ്പാൻ ലാംഗ്വേജസ്, ലേറ്റൻ ലാംഗ്വേജ്, അങ്ങനെ പല ലാംഗ്വേജ് അനുസരിച്ചിട്ടാണ് അതിൻ്റെ ടേംസും കാര്യങ്ങളും പറയുന്നത്. അപ്പോൾ അവരുടെ സെഡാൻസിൻ്റെ ഒരു റേഞ്ച് നോക്കി കഴിഞ്ഞാൽ ക്യാമറി അങ്ങനെ എല്ലാ പേരുകളും നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതാണ് അതിൻ്റെ ഒരു മീനിങ് വരുന്നത്. ഡിസൈനിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് ഇതാണ് നമുക്ക് വരുന്നത്. പെറ്റിൻ്റെ ഒക്കെ ഒരു ലോഗോയാണ്. 1995 ഇപ്പോൾ കാണുന്നത് നമ്മൾ ടൊയോട്ട ലോഗോയിലേക്ക് മാറുക. അപ്പോൾ അതിന് മുന്നേ വരെയുള്ള ഒരുവിധം മോഡൽസിന് ചില വേരിയൻ്റ് അനുസരിച്ചിട്ടൊക്കെ ഇതേപോലത്തെ തരത്തിലാണ് അതിൻ്റെ ലോഗോയും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ തന്നെ നമുക്ക് ഇതേപോലത്തെ ഒരു ഇത് കാണാം. അത് അന്നത്തെ ഏതൊരു മാനുഫാക്ചർ വണ്ടിയാണ് ഇതേപോലെ ഒരു ബൾജ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ളൊരു ലോഗോ വന്നിരുന്നത്. പിന്നെ ഒരു ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനികൾ ഇപ്പോൾ ഉപേക്ഷിക്കാൻ കാരണം ഇപ്പോൾ മെർസിഡീസ് ആണെങ്കിലും അങ്ങനത്തെ ഒരു ലോഗോ ഉപേക്ഷിക്കാൻ കാരണം ഈ ലോഗോ ചില ആൾക്കാർ ഇത് പൊട്ടിച്ച് കൊണ്ടിട്ട് മോഷണം പോകുന്ന രീതിയും പിന്നെ അതുപോലെ ഇത് ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ട രീതിയൊക്കെ വന്നിരിപ്പോൾ സ്വാഭാവികമായിട്ട് അത് മാനുഫാക്ചേഴ്സ് പിന്നീട് അത് മാറ്റിയായിരുന്നു. ഇപ്പോൾ ഒരു ഒറ്റ വണ്ടിയിൽ വന്നില്ല. അക്കാലത്ത് അതൊരു വലിയൊരു ട്രെൻഡായിരുന്നു. നമുക്ക് ഒരു ഹലോജൻ ഹെഡ്ലൈറ്റുകളാണ്, ക്ലിയർ ലെൻസ് അല്ല. ഇതിൽ തന്നെയാണ് ഇൻറ്റിഗ്രേറ്റഡ് ഫോഗ് ലാമ്പ് വരുന്നത്. ഈ ഒരു പോർഷൻ ഫോഗ് ലാമ്പാണ്. ഇത് ആ രീതിയിലാണ്. ഇപ്പോഴത്തെ ഒരു വണ്ടിയിൽ നമുക്ക് ഇതാണ് ഇതിൻ്റെ ഇൻഡിക്കേറ്ററായിട്ട് വരുന്നത് എങ്കിൽ ഇത് ശരിക്കും ഒരു പാർക്ക് ലൈറ്റ് ആയിട്ടാണ് ഇതിൻ്റെ ഫംഗ്ഷൻ വരുന്നത്. അന്നത്തെ കാര്യത്തിൽ ഒരുവിധം എല്ലാ വണ്ടിയിലും ഇത് പാർക്ക് ലൈറ്റ് വരുന്നു. ചില മാർക്കറ്റ് അനുസരിച്ച് ഇത് ഓറഞ്ച് കളറിൽ, അതായത് ഇൻഡിക്കേറ്ററിൻ്റെ കളറിലും അല്ലെങ്കിൽ വെള്ള സാധാ ഹെഡ്ലൈറ്റിൻ്റെ കളറിലും ആയിരിക്കും അതിൻ്റെ പാർക്ക് ലൈറ്റ് ഉണ്ടായിരുന്നു. ഇൻഡിക്കേറ്റർ ഇവിടെയാണ്. ബമ്പർ റീവർക്ക് ചെയ്തിട്ടുള്ളതാണ്, വേറെ ബമ്പർ റീവർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ തന്നെ ഓണർ നമ്മുടെ മോഹനേട്ടൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ വണ്ടിയുടെ മെയിൻ്റനൻസും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ മോഹനേട്ടനോട് ചോദിച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്യും. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് ഇതേപോലെ ചെറിയൊരു മുനമ്പ് പോലെ ഇങ്ങനെ കാണാൻ സാധിക്കും. അതൊരു ചെറിയൊരു ലൈറ്റാണ്. ലൈറ്റ് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ട് ഫംഗ്ഷൻസാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് നമുക്ക് ഇത്ര വലിയൊരു വാഹനം നൈറ്റിലും ബാക്കി സമയത്തൊക്കെ ഓടിക്കുമ്പോൾ വണ്ടിയുടെ എഡ്ജുകൾ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഇതാണ്. ഇതിപ്പോൾ ചെറിയൊരു നീല കളർ ലൈറ്റ് കത്തും. അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി ഇതേപോലെ ടേൺ എടുക്കുമ്പോൾ നമുക്ക് വണ്ടിയുടെ കോർണർ അവിടെയാണ് എന്ന് അറിയാനുള്ള രീതിയിലാണ് അങ്ങനത്തെ ഒരു ഫംഗ്ഷൻ. അതിന് മോറോവർ നമുക്ക് വണ്ടി ഹൈ ബീമും ലോ ബീമും പാസ് ചെയ്യുമ്പോൾ ഇതിൽ ഹൈ ബീം ആണെങ്കിൽ ഇതിൽ വേറൊരു ചെറിയ നേരത്തെ പറഞ്ഞ നീല ലൈറ്റൊക്കെ ഇങ്ങനെ കത്തും. അപ്പോൾ നമുക്ക് ക്ലസ്റ്ററിന് പുറമെ നമുക്ക് പുറത്തുനിന്നും ആ ഒരു രീതികളൊക്കെ അറിയാൻ പറ്റും. ആ ഒരു തരത്തിലാണ്. അതുപോലെ തന്നെ വലിയൊരു ബോണറ്റ് ഏരിയയാണ് ഈ വാഹനത്തിന് വരുന്നത്. അതിൻ്റെ ഡിക്കും അതേപോലെ തന്നെ നമുക്ക് സൈഡിലേക്ക് പോകുമ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് മനസ്സിലാവും. എനിവേ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലെ കാര്യങ്ങൾക്ക് ഇതൊക്കെയാണ് പറയാനുള്ളതെന്ന് തോന്നുന്നു. എനിവേ സൈഡിലേക്ക് കിടക്കാം. സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടും ഏകദേശം ഒരു വണ്ടിയുടെ വലിപ്പം എത്രത്തോളം ആണെന്നുള്ളത്. നമുക്കൊക്കെ ഇവിടെ നിന്ന് തുടങ്ങി നമ്മളിപ്പോൾ ഇന്ന് വരെ കാണാത്ത ഒരു സെഡാനിലൊക്കെ ഉണ്ടാകുന്ന ഒരു വലിപ്പമാണ്. വേണമെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഈ ക്ലാസ്സിനേക്കാൾ വലിപ്പം ഉണ്ട് എന്ന് പറയാം. നമുക്ക് എന്തെങ്കിലും കറക്റ്റ് ഡയമെൻഷൻസ് അറിയില്ല. സൈഡിലെ വീൽസ് വരുന്ന ഒരു 40 ഇഞ്ചസിൻ്റെ വീൽസാണ്. നമുക്ക് അലോ വീൽ ഓപ്ഷൻസ് ആയിട്ടുണ്ട്. അലോ വീലിൻ്റെ ചിത്രം നമ്മൾ ഇതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ ഇതിലിപ്പോൾ ജസ്റ്റ് അഡീഷണൽ വീൽ കപ്പ് ജസ്റ്റ് വെച്ചെന്നുള്ളൂ ആ രീതിയിലാണ്. പിന്നെ നമുക്ക് ഈ വണ്ടിയിൽ നമുക്ക് ഒരു ക്രോം എലമെൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, ഈ ഇതിനോട് കൂടി പോകുന്ന രീതിയിലുള്ള ക്രോം എലമെൻറ്റും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഈ ക്ലാഡിങ്ങും കാര്യങ്ങളൊക്കെ. പിന്നെ ഈ ഒരു വണ്ടി തന്നെ ഈ Mark II എന്ന വണ്ടി തന്നെ ഫ്രെയിംലെസ് ആയിട്ടുള്ള ഡോർസിൽ വന്നിരുന്നു. അതായത് നമുക്ക് ഈ ഫ്രെയിം ഉണ്ടാവില്ല, നമുക്ക് ജസ്റ്റ് ഈ ഗ്ലാസ് തുടങ്ങുന്ന രീതിയിലും നമുക്ക് ഈ വണ്ടി അവൈലബിൾ ആയിരുന്നു. അതുപോലെ തന്നെ ആ ഫ്രെയിംലെസ് ആയിട്ടുള്ളൊരു മോഡലിന് ഒരു സൺറൂഫും അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇതൊക്കെയാണ് സൈഡിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ മിറർ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ചെറിയ മിററായിട്ട് തോന്നുമെങ്കിലും നമുക്ക് മിററിൽ വണ്ടിയുടെ വ്യൂ കിട്ടാത്ത പോലത്തെ ഒരു ഫീലും കാര്യങ്ങളോ ഒന്നും തോന്നിയില്ല. ഇനി നമുക്കത് ഇതിനെക്കുറിച്ചൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ പറയാം. അപ്പോൾ ഇത്രയും നീളമുണ്ട് നമുക്ക് വണ്ടി. പിന്നെ അതുപോലെ തന്നെ ബില്ലേഴ്സിൻ്റെ ഒക്കെ വലിപ്പം കാര്യങ്ങളൊക്കെ കണ്ടില്ല. ഓരോ ഡോറൊക്കെ നമുക്ക് സാധാരണ സെഡാൻ്റെ സൈസ് തന്നെയാണ്. നമുക്ക് ബോണറ്റ് ഏരിയയുടെ അതേ വലിപ്പം തന്നെ നമുക്ക് ബാക്കിലെ ബൂട്ടിൻ്റെ ഒരു വലിപ്പമായിട്ട് നമുക്ക് തോന്നും. അത്രയും നീളമുണ്ട് ഈ വാഹനത്തിന് എന്നുള്ളതാണ്. 40 ഇഞ്ചസിൻ്റെ വീലാണ്. ബാക്കിലേക്ക് വന്നാൽ നമുക്ക് ആ 90s സീരീസ് ടൈമിലെ ഒരു ഡിസൈൻ ഫിലോസഫി ഈ വണ്ടിയിൽ കാണാം. ഒരു ഹൊറിസോണ്ടലായിട്ട് ഫുൾ കവർ ചെയ്യുന്ന രീതിയിലുള്ള ടൈൽ ലാമ്പ് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും. ആ സമയത്ത് ഏതൊരു വണ്ടി എടുത്ത് നോക്കിയാലും നമുക്ക് ഈ ഒരു ഡിസൈൻ ട്രീറ്റ്മെൻറ്റാണ് കാണാൻ സാധിക്കുക. അതിനോട് ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ടുള്ള നമ്പർ പ്ലേറ്റിൻ്റെ പോർഷൻ എന്ന രീതിയിലൊക്കെയാണ്. ഇപ്പോൾ ടൊയോട്ടയുടെ തന്നെ പല മോഡലുകൾ ഇപ്പോൾ കൊറോള ആയാലും അല്ലെങ്കിൽ ബാക്കി മോഡൽസ് എടുത്ത് നോക്കിയാലും ഈ ഒരു ഡിസൈൻ രീതികൾ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമുക്കൊരു റിയർ സ്പോയിലർ ഉണ്ട്. അതുകൂടെ ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഹൈ മൗണ്ടഡ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലാമ്പും കാര്യങ്ങളും കാണാം. പിന്നെ നമുക്ക് നേരത്തെ ലോഗോ, ഈ ലോഗോയുടെ ഇതിലാണ് നമുക്ക് ഈ ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള അതിൻ്റെ കീ ഇടാനുള്ള ഇത് വരും. കണ്ടില്ലേ, ഇതിൽ നമുക്ക് കീ ഇട്ടിട്ടാണ് ബൂട്ട് തുറക്കാം എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ബൂട്ട് തുറക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം ബൂട്ട് തുറന്ന് കാണിച്ചു തരാം. അപ്പോൾ ബൂട്ട് നമുക്ക് ഇപ്പോൾ എല്ലാ വണ്ടിയിലും കാണുന്ന പോലെ തന്നെ ഉള്ളിൽ നിന്ന് നമുക്ക് ഒരു മറ്റേ ബട്ടൺ വഴി തുറക്കാം. അതുപോലെ തന്നെ നമുക്ക് കീ ഇട്ടിട്ട് ഇങ്ങനെ തുറക്കാം. ആ രീതിയിലാണ് നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ പുതിയൊരു വണ്ടിനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കും നമുക്ക് ഇത് കൂടെ ഒപ്പം വരുന്നുള്ളത്. പക്ഷേ അതല്ല, ഇത് ജസ്റ്റ് ഇങ്ങനെ ഒരു ഏരിയയാണ്. ഈ ഒരു പോർഷൻ മാത്രമാണ് ബൂട്ടായിട്ട് ഓപ്പൺ ആവുക. അത്യാവശ്യം വലിയൊരു ബൂട്ട് സ്പേസാണ്. പക്ഷേ എങ്കിലും ഇവിടുത്തെ ഇതാണ് ഇതിൻ്റെ ഒരു എൻട്രൻസ് ഗ്യാപ്പ് വരുന്നത്. അപ്പോൾ എത്രത്തോളം പ്രാക്ടിക്കലാണ് എന്നുള്ളത് അറിയില്ല. പിന്നെ അന്നത്തെ ഒരു എല്ലാ കാലങ്ങളിലും ഒരു ടൈപ്പ് ഓഫ് ഡിസൈനിലാണ് വന്നിരുന്നത് കൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് പ്രാക്ടിക്കലായിട്ടൊന്നും പറയാനറിയില്ല. പിന്നെ ഇതിൻ്റെ സ്പെയർ വീല് വരുന്നത് ഈ സൈഡിലായിട്ടാണ് ഇതിൻ്റെ സ്പെയർ വീലും കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇത്രയാണിപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, ബൂട്ട് ഡോറിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടിയുടെ ഉള്ളിൽ കയറാം. ഉള്ളിലും ഇതേപോലെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ ഉള്ളിൽ കണ്ടില്ലേ പ്രീമിയം ഫീല്. അന്നത്തെ ഒരു ഡിസൈനായിട്ട് ഇന്നും അത് പ്രീമിയം ഫീല് പറയണത് എൻ്റെ ഒരു ഡിസൈനിൻ്റെ ഒരു മികവ് നമുക്ക് പുറത്ത് പറഞ്ഞേ പറ്റൂ. ഇതാണ് ഇതിൻ്റെ കീ വരുന്നത്. മാറ്റിയതാ തോന്നുന്നുണ്ട്, ഒറിജിനലല്ല തോന്നുന്നുണ്ട്. ഇനി നമുക്ക് വണ്ടി സ്റ്റാർട്ടാക്കാം. പിന്നെ ഇതിൻ്റെ കീ ഇടുന്ന ഒരു ഏരിയ വരുന്നത് നമുക്ക് സാധാരണ ഇതിനോട് ചേർന്നിട്ടാണ് കീ ഇടുന്നത് വരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു സ്ഥലത്താണ് ഏകദേശം വരുന്നത്. ഒരു പ്രത്യേക ഒരു പൊസിഷനാണ്. ഇനി അതെനിക്ക് ഇഷ്ടമായി. ഇത് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോ ഫീച്ചറിലേക്ക് പോകുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന എല്ലാ വണ്ടിയിലുള്ള ഒരുവിധം എല്ലാതും ഈ വണ്ടിയിൽ നമുക്ക് അന്നേ ഉണ്ട് എന്നുള്ളതാണ്. സ്റ്റിയറിംഗ് ഒരു 4 സ്പോക്കറ്റിലുള്ള സ്റ്റിയറിംഗ് വീലാണ്. ഇതിൽ നമുക്ക് ഈ ചോപ്പിൽ മാർക്ക് II എന്നൊരു ബാഡ്ജിങ് കാണാം. ഇത് പിന്നെ നമുക്കറിയാം BMW സ്പോർട്സിൻ്റെ ആണ്, അത് വേറെ ചെയ്തതാണ്. മീറ്ററിലാണെങ്കിൽ നമുക്ക് ഇപ്പോൾ അന്നത്തെ രീതിയിലുള്ളൊരു സ്പീഡോമീറ്റർ, ടെക്കോമീറ്റർ, ടെമ്പറേച്ചർ, അതുപോലെ തന്നെ ഫ്യൂൽ അടിയിൽ ഈ ഒരു പോർഷനിലായിട്ട് സിമ്പിൾസും കാര്യങ്ങളൊക്കെ കാണിക്കും. ആ ഒരു തരത്തിലാണ്. പിന്നെ ഇതിൽ നമുക്ക് ഇതിൻ്റെ ഒരു മീറ്ററിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ഒക്കെ ലൈറ്റ് വരുന്നൊരു പച്ച കളറിലാണ്. നമുക്ക് ക്വാളിസിലും ആ രീതിയിലൊക്കെ വന്നിരുന്ന ഒരു ടൈപ്പ് തന്നെയാണ്. പിന്നെ എനിക്ക് ഇതിലൊരു അഡ്വാൻറ്റേജ് ആയി തോന്നിയത് നോക്കിയപ്പോൾ ഇവിടെ കാണുന്ന ഈ ബ്രൗൺ മെറ്റീരിയൽ ഡാഷ് ബോർഡിൻ്റെ ഒരു സോഫ്റ്റ് ടച്ച് ടൈപ്പ് മെറ്റീരിയലാണ്. അത് ഇപ്പോഴും നമുക്ക് ഫെയ്ഡ് ആയിട്ടില്ല എന്നതാണ് അതിൻ്റെ ഒരു ക്വാളിറ്റി. അതുകൊണ്ടൊക്കെയാണ് ടൊയോട്ട ആയത് വേൾഡ്സ് നമ്പർ 1 മാനുഫാക്ചറിലായതൊക്കെ ആ ഒരു ഇതിലാണ്. പിന്നെ ടൊയോട്ടയുടെ ഒരു ട്രെയിൻ മാർക്കാണ് ഇതേപോലത്തെ ഒരു ക്ലോക്ക്. അത് ഏതൊരു വാഹനം എടുത്ത് നോക്കിയാലും ഈ ഒരു ക്ലോക്ക് ഉണ്ടാവും. ടൊയോട്ട ആണെങ്കിൽ അത് അവിടെ ഉണ്ടാവും. ആ ഒരു രീതിയിലാണ്. AC ഇവിടെ വരെ നമുക്ക് സ്റ്റീരിയോയുടെ കൺട്രോൾസാണ്, വോളിയം അതുപോലെ അതിൻ്റെ കൺട്രോൾസാണ് ഇവിടെ വരുന്നത്. ഇതല്ല ഇതിൻ്റെ ശരിക്കുള്ളൊരു ഇത് വരുന്നത്. ഇത്രയും ഏരിയ കവർ ചെയ്യുന്ന രീതിയിൽ ടച്ച് സ്ക്രീൻ ഇപ്പോൾ പുതിയ വന്നതാണല്ലോ. ഒരു ഫുൾ സ്വിച്ചുകളായിട്ടുള്ള കാസറ്റൊക്കെ ഇടാൻ വന്ന ആ ഒരു തരത്തിലാണ്. അതിൻ്റെ കുറച്ച് സ്വിച്ചുകളാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഹസാർഡ് ലൈറ്റിൻ്റെ ബട്ടൺ. പിന്നെ ഇതാണ് AC കൺട്രോൾ. ഒരു ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ്. അന്ന് 1990s ഈ വണ്ടിയിൽ ഉണ്ടായിരുന്നു. നമുക്ക് കണ്ടില്ല, ഇതിപ്പോൾ ഓഫിലിടാം. ഇതിലിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് മോഡാണ്, വണ്ടി മാറും. പിന്നെ നമുക്ക് മോഡുകൾ മാറ്റുന്ന സ്വിച്ചൊക്കെ ഈ ഒരു തരത്തിലാണ്. ഇപ്പോഴും അതിലത്തെ ലൈറ്റും കാര്യങ്ങളാണെങ്കിലും ഇപ്പോഴും വർക്കിംഗ് ആണ്. ഡിഫോഗറിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ. ഇവിടെ ബേസ് സ്റ്റീരിയോ ആഫ്റ്റർ മാർക്കറ്റാണ്. നമുക്ക് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രായിട്ട് ഉപയോഗിക്കാത്ത രീതിയിൽ കണ്ടില്ലേ, അങ്ങനെയാണ്. എന്നിട്ട് സിഗാർ ലൈറ്റിംഗ് ഉണ്ട്. സിഗാർ തന്നെയാണ്, ചാർജിങ് മാത്രമല്ല സിഗാർ തന്നെയാണ്. ഇവിടെ ഇതുപോലെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ്, ഒരു 5 സ്പീഡ് ട്രാൻസ്മിഷൻ ലെവൽ. ഈ ഒരു രീതിയിൽ ആണ് അതിൻ്റെ ഇൻറ്റീരിയർ പോയിക്കുന്നത്. പ്രീമിയത്തിന് കുറവൊന്നുമില്ല. അന്ന് തന്നെ യൂസ് ചെയ്യുന്ന മെറ്റീരിയലും ഒരു കോഫി ബ്രൗൺ എന്ന് നമ്മളിപ്പോൾ പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് നമുക്ക് അന്നുണ്ടായിരുന്നത്. അപ്പോൾ പ്രീമിയം എന്ന് പറയുന്ന രീതിയിലാണ് അതിൻ്റെ ഇത് വന്നിട്ടുള്ളത്. സ്റ്റിയറിംഗിൽ വേറൊരു തന്നെ നമുക്കിവിടെ ടിൽറ്റ് എന്ന് പറഞ്ഞ ചെറിയ കുട്ടി ലിവർ കാണാം. അതിങ്ങനെ ആക്കി നമുക്ക് കണ്ട സ്റ്റിയറിംഗ് ടിൽറ്റ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, ഈ തരത്തിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അത്തരത്തിലാണ് ആ ഒരു കൺട്രോളും കാര്യങ്ങളൊക്കെ ഉള്ളത്. ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഗ്ലോ ബോക്സാണ്. പിന്നെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ അഡീഷണൽ മാറ്റിയിട്ടുള്ളതാണ്. ഇതൊരു ഗ്ലോ ബോക്സ് ഇവിടെ ഉണ്ട്. അത്യാവശ്യം വലിയ സ്റ്റോറേജ് ഉണ്ട്. നമ്മൾ ഡോറ് ചെറുതാണെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഭയങ്കര വലുതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ സൈഡിലത്തെ ഈ മിററുകൾ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിളും ഇലക്ട്രിക് ഫോൾഡബിളും ആണ്. അതിൻ്റെ ബട്ടൺസ് ഒക്കെ നമുക്ക് ഈ സൈഡിൽ വരുന്നുണ്ട്.
സെൻട്രൽ ലോക്കിൻ്റെ ബട്ടൺസ്, വിൻഡോ ലോക്ക്, 4 വീലിൻ്റെ പവർ വിൻഡോ കാര്യങ്ങളൊക്കെയാണ്. കപ്പ് ഹോൾഡേഴ്സും കാര്യങ്ങളും ബോട്ടിൽ ഹോൾഡർ അങ്ങനത്തെ അതല്ല വരുന്നത്, ജസ്റ്റ് പേപ്പർ എന്തെങ്കിലും വെക്കുന്ന രീതിയിലാണ്. ഇപ്പോഴാണല്ലോ പിന്നെ ഒരു ബോട്ടിൽ ഹോൾഡർ എന്ന രീതിയിലേക്ക് വന്നത്. ബാക്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് പറയാനില്ല, അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ഉണ്ട്. പിന്നെ ഒരു ഗ്ലോബൽ മോഡൽ ആയതുകൊണ്ട് തന്നെ ഒരു റിയർ വീൽ വാഹനം ആയതുകൊണ്ട് തന്നെ നമുക്ക് സെൻറ്ററിൽ ഇരിക്കുന്ന ആൾക്കൊരു വലിയൊരു ടണൽ പോകുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ട്രാൻസ്മിഷൻ ലിവർ പോകാൻ അതിൻ്റെ ഒരു ഏരിയ ഇതിൽ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ ബാക്കിലേക്ക് ഞാൻ പ്രത്യേകിച്ച് ഇരുന്ന് നോക്കില്ല. ബാക്കിൽ നമുക്ക് ഒരു ഡോർമേ ആയിട്ട് നമുക്കൊരു ആഷ്ട്രേ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെ അന്നത്തെ ഡീറ്റെയിലിംഗ്, അന്നത്തെ പ്രീമിയം ഫീലും കാര്യങ്ങളൊക്കെ ഇതായി. AC വളരെ എഫക്റ്റീവാണ്. അപ്പോൾ ഇതിൻ്റെ ഡ്രൈവിംഗ് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ, നമ്മളൊരു പഴയ വണ്ടി ഓടിക്കുന്നതിൻ്റെ ആയിട്ടുള്ളൊരു വൈബ്രേഷൻ ഉണ്ട്. അതായത് ചെറിയ ഫസ്റ്റിലൊക്കെ ചെറിയ വണ്ടി എടുക്കുമ്പോൾ ഒരു വൈബ്രേഷൻ ഉള്ളത് ഒഴിച്ച് കഴിഞ്ഞാൽ വണ്ടി ഒരു ഗിയർ ഷിഫ്റ്റ് ചെയ്ത് കുറച്ചുകൂടി സ്പീഡ് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വൈബ്രേഷനേ ഇല്ല. ഇപ്പോഴും ഒരു ഡീസൽ വണ്ടി ഇപ്പോൾ ഒരു ഇന്നോവ ഓടിക്കണ ആ തരത്തിലുള്ള റിഫൈൻമെൻറ്റുള്ള രീതിയിലാണ് നമുക്ക് തോന്നുന്നത്. ആ ഒരു സ്മൂത്ത്നെസ് വണ്ടിക്കുണ്ട്. പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ്റെ കാര്യമാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. നമ്മളിപ്പോൾ ഒരു ഹൈവേയിൽ ഓടിക്കണ അതായത് റബ്ബറൈസ്ഡ് റോഡിൽ ഓടിക്കണ അതേ ഫീൽ നമുക്ക് റബ്ബറൈസ്ഡ് അല്ലാത്ത റോഡിൽ കയറിയാലും ഇതേപോലത്തെ ചെറിയ റോഡിലേക്ക് കയറുമ്പോൾ ആ ഒരു ഫീൽ തന്നെയാണ് കിട്ടുന്നത്. അതായത് റബ്ബറൈസ്ഡ് അല്ലാത്ത റോഡിൽ സാധാരണ വണ്ടിയിൽ പോയാൽ എങ്ങനെ ഉണ്ടാവുക, ഇപ്പോൾ പുതിയ വണ്ടിയിൽ പോയി എങ്ങനെ ഉണ്ടാവുക എന്നൊരു ഫീലല്ല, തികച്ചും വേറൊരു തരം ഫീലാണ്. ഒരു പായലൊക്കെ ആയിരുന്നു ലെതർ ഫീൽ, ആ ഒരു ടൈപ്പ് നമുക്ക് വേണം. ഹമ്പ് ചാടുമ്പോൾ ആ ലെതർ ഫീലൊക്കെ ആ ഒരു രീതിയിലാണ്. അപ്പോൾ ആ ഒരു സസ്പെൻഷൻ്റെ ക്വാളിറ്റി, പിന്നെ നമ്മൾ ഈ അംബാസിഡറിലൊക്കെ പറഞ്ഞ പോലെ ഒരു സോഫയിൽ ഇരുന്ന് പോകുന്ന ഒരു ഫീലും പ്ലസ് ഇതിൻ്റെ സസ്പെൻഷൻ ക്വാളിറ്റി കൂടി ഇമ്പ്രൂവ് വേറെ തരം പ്രീമിയം ഫീൽ തന്നെയാണുള്ളത്. പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് വണ്ടി സൈസിന് നമുക്ക് പറയുന്നത് ബോണറ്റും വലിപ്പമുണ്ട്, അതുപോലെ ഡിക്കും വലിപ്പമുണ്ടെന്ന് പറയുമെങ്കിൽ കൂടിയും നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ആ വണ്ടിയുടെ വലിപ്പം ഇത്ര വലിയ വണ്ടിയാണ് നമ്മൾ ഓടിക്കണം എന്നുള്ള ഫീൽ കിട്ടില്ല. ഇത്ര നീളമുള്ള വണ്ടിയുടെ ഇത്ര വലിയ ബോണറ്റുള്ള വണ്ടിയാണ് എന്നുള്ളൊരു ഫീലും കാര്യങ്ങളും കിട്ടില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 എഡ്ജസിൽ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു മറ്റേ ഒരു കോർണർ ലൈറ്റ് എന്ന് പറഞ്ഞില്ലേ, അതും ആ ഒരു സാധനം അങ്ങനെ നിൽക്കുന്ന കാരണം നമുക്ക് കോർണർ ജഡ്ജ് ചെയ്യാനും കുഴപ്പമില്ല. എന്നാലും ഞാൻ പറഞ്ഞ നമുക്ക് വണ്ടി ഓടിക്കാനായിട്ട് മുന്നേ ഉണ്ടായിരുന്നൊരു ഫീലായിരുന്നു. വണ്ടി നമുക്ക് ആ എൻഡൊക്കെ ജഡ്ജ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുമോ എന്ന് സംശയം തോന്നിയെങ്കിലും നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഒരു ഫീലില്ല. സീറ്റിംഗ് അത്യാവശ്യം നല്ല സീറ്റിംഗ് ആണ്. പിന്നെ സീറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ലംബാർഡ് സപ്പോർട്ടുള്ള സീറ്റുകളാണ്, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ കണക്റ്റിവിറ്റിയും കാര്യങ്ങളുള്ളൊരു സീറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. മിറേഴ്സ് ചെറുതായിട്ട് നമുക്ക് പുറത്തുനിന്ന് തോന്നിയെങ്കിലും വണ്ടിയുടെ ഉള്ളിൽ നിന്ന് ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് മിററുകൾ കംപ്ലീറ്റ് വണ്ടിയുടെ വ്യൂ കിട്ടുന്ന രീതിയിലുള്ള മിററും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇനി വണ്ടി ടൊയോട്ടയുടെ റിഫൈൻമെൻറ്റ് നമുക്ക് ഇതിൽ വണ്ടിയിൽ തോന്നുന്നുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. 2.4 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഒരു 5 സ്പീഡ് മാനുവലാണ്. നമ്മളിപ്പോൾ ഒരു മീറ്ററിൽ നോക്കിയാൽ തന്നെ സ്പീഡ് മനസ്സിലാവുന്ന രീതിയിലൊക്കെ തോന്നും. നമ്മൾ ഇത്ര വലിയ സ്പീഡിലാണ് പോകുന്നതെന്നൊന്നും ഫീൽ ചെയ്യുന്നില്ല. ആ ഒരു തരത്തിൽ തന്നെയാണ് നമ്മൾ മീറ്ററിൽ നോക്കിയാലാണെങ്കിലും നമ്മൾ 80-ലാണെങ്കിലും 100-ലാണെന്നുള്ളൊരു ഫീൽ വരുന്നുള്ളൂ. അപ്പം അങ്ങനെയാണ്. പിന്നെ ബ്രേക്കിംഗ് ആയാലും ഒരു കോൺഫിഡൻസ് തരുന്ന തരത്തിലുള്ള ബ്രേക്കിംഗ് ആണ്. പിന്നെ ഒരു വണ്ടിയിൽ വേക്കം അസിസ്റ്റഡ് ആയിട്ടുള്ളൊരു ABS യൂണിറ്റാണ്. നമ്മളിപ്പോൾ പുതിയ കണവൽ ഇലക്ട്രോണിക്കൽ അല്ലെങ്കിൽ ECU വെച്ചിട്ട് കൺട്രോൾ ചെയ്യുന്ന യൂണിറ്റിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓരോ വീൽസും നോക്കാവുന്ന തരത്തിലുള്ള ഒരു ടോട്ടലി നമ്മളൊരു 124 പറഞ്ഞ തരത്തിലുള്ളൊരു വേക്കം അസിസ്റ്റഡ് ആയിട്ടുള്ളൊരു ABS യൂണിറ്റ് ആണ് ഈ വണ്ടിയിൽ വരുന്നത്. റിയർ വീൽ ഡ്രൈവ് വാഹനമാണ്. അപ്പോൾ അത്തരത്തിലാണ് ഈ വണ്ടീൻ്റെ ഒരു ഡ്രൈവിംഗ് ഡൈനാമിക്സിനെ കുറിച്ച് പറയുമ്പോൾ സ്റ്റിയറിംഗ് ആണെങ്കിലും ഇപ്പോൾ ഫ്രീസിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇന്നോവ ആണ് പറയാതെ, ഇന്നോവ ക്രിസ്റ്റ അല്ല, ഇന്നോവയുടെ ഒരു ഡ്രൈവിംഗ് ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ ക്വാളിസിൻ്റെ ഒരു ഡ്രൈവിംഗ് ക്യാരക്ടറിസ്റ്റിക്സിലാണ് നമ്മൾക്ക് സ്റ്റിയറിങ്ങിൻ്റെ കാര്യം പറയുന്നത്. ഗിയർ ഷിഫ്റ്റുകളൊക്കെ സ്മൂത്താണ്, ക്വാളിസിനേക്കാൾ സ്മൂത്താണ് അല്ലെങ്കിൽ ഇന്നോവയേക്കാൾ സ്മൂത്താണ് ഗിയർ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അത്തരത്തിലാണ് ഇതിൻ്റെ ഡ്രൈവിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. ഒരു പഴയ വണ്ടിയായി ഓടിക്കുമ്പോൾ തന്നെ അതിൻ്റേതായിട്ടുള്ള കുറച്ച് വൈബ്രേഷനും ആ ഒരു പ്രൗഡിയും റോഡിലൂടെ ഇത്ര വലിയ വാഹനം ആൾക്കാരുടെ ഒരു നോട്ടം കാര്യങ്ങളൊക്കെ ഒരു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എനിവേ ഇതിൻ്റെ ഡ്രൈവിങ്ങിനെ കുറിച്ച് ഇപ്പോൾ ബാക്കിയൊന്നും പറയാനില്ല. ബാക്കിൽ ഇരുന്ന് യാത്ര ചെയ്യാനാണെങ്കിലും നമുക്ക് നല്ലൊരു ഫീലാണ്. AC അത്യാവശ്യം കൂളിങ്ങാണ്. AC ഇതൊക്കെ മാറിയതാണ്, എന്നാലും ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആയിട്ടുള്ള ACയും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇനി ഇതൊക്കെയാണ് ഇപ്പോൾ ഡ്രൈവിംഗ് ഡൈനാമിക്സിനെ കുറിച്ചിട്ടും പറയാനുള്ളത്. അപ്പോൾ ഇത്തരത്തിലൊരു പഴയ വണ്ടികളൊരെണ്ണം വാങ്ങാനും ആ വണ്ടി ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കാനും അതൊരു ഭയങ്കര ഇൻട്രസ്റ്റുള്ള കാര്യമാണ്. അതിനോടുള്ള പാഷനും നമ്മുടെ ഈ വണ്ടിയുടെ ഓണർ എന്ന് പറഞ്ഞ മോഹനേട്ടനെ പോലത്തെ ആൾക്കാരൊക്കെ അതൊക്കെ ഇങ്ങനെ കൊണ്ട് നടക്കുമ്പോൾ അത്തരത്തിൽ അതുവഴി നമുക്ക് വണ്ടികൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇതിനെ കുറിച്ചിട്ട് പറയാനുള്ളത്.
ടൊയോട്ട മാർക്ക് ടുയുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കുറച്ച് 1-2 കാര്യങ്ങളൂടെ ആഡ് ഓൺ ചെയ്യാനുണ്ട്. അതായത് ഈ ഒരു വാഹനം നമുക്ക് 2004 വരെ ഉണ്ടെന്ന് നമ്മൾ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു. ഈ ഒരു വാഹനത്തിൻ്റെ 9th ജനറേഷൻ വാഹനം നമുക്കൊരു സ്റ്റേഷൻ വാഗൻ ആയിട്ട് വന്നിരുന്നു. ചില മാർക്കറ്റിൽ ആ ഒരു വാഹനം കോളീസ് എന്ന പേര് അറിയപ്പെടുന്നു. കോളീസ് എന്ന പേര് നമുക്ക് പലർക്കും അറിയാം. പക്ഷേ ആ ഒരു കോളീസ് അല്ല സത്യം പറഞ്ഞാൽ നമുക്ക് ഇന്ത്യയിലേക്ക് വന്നത്. നമുക്ക് വേറൊരു വണ്ടിയാണ്, അതായത് ഇന്തോനേഷ്യയിൽ അവൈലബിൾ ആയിരുന്ന കിജാങ് ആണ് നമുക്ക് ഇന്ത്യയിൽ കോളീസായിട്ട് വന്നത്. കോളീസ് എന്നുള്ള പേര് ടൊയോട്ട ആദ്യമായി യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു 9th ജനറേഷൻ്റെ സ്റ്റേഷൻ വാഗൻ മോഡലിലായിരുന്നു. അപ്പോൾ അതൊരു കാര്യം നമുക്ക് വിക്കിപീഡിയ നോക്കി കണ്ടപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. അത് നിങ്ങളൊന്ന് അറിയിച്ചെന്ന് മാത്രം. അതുപോലെ തന്നെ ഒരു വാഹനത്തിന് നേരത്തെ പറഞ്ഞ പോലെ 10 എൻജിൻ ഓപ്ഷൻസിൽ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഏതൊക്കെ എൻജിൻ ഓപ്ഷൻസ് ആണെന്ന് അറിയാം, നമുക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ നോക്കുക. ഇവിടെ 2 ട്രാൻസ്മിഷൻ ഓപ്ഷൻസ്, 5 സ്പീഡ് മാനുവലും 4 സ്പീഡ് ഓട്ടോമാറ്റിക്കും ആ ഒരു തരത്തിലാണ്. എനിവേ നമുക്ക് വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഉടമ എന്ന് പറയുന്നത് മോഹനേട്ടൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരാളാണ്. മൂപ്പരാൾ വണ്ടിയുടെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ മൂപ്പരാൾ സ്വയം ചെയ്യുന്നതാണ്. മൂപ്പരാളാണ് ഇതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. മൂപ്പരാളാണ് പാർട്സ് വരുത്തിയിട്ടും ആ വക കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഈ മോഹനേട്ടനാണ്. എങ്ങനെയാണ് ഈ വണ്ടിയുടെ മെയിൻ്റനൻസും കാര്യങ്ങളും ഇതിൻ്റെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മോഹനേട്ടനോട് തന്നെ ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ട് കാര്യങ്ങൾ വെരിഫൈ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനത്തെ ഒരു വാഹനം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസിൻ്റെ കാര്യങ്ങൾ എന്നുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വേറെ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും സ്റ്റേ സേഫ് ആൻഡ് സേഫ് മോട്ടറിംഗ്.